അമ്മയുടെ ഓഫീസിൽ ഒളിപ്പിച്ചിരുന്ന നിരവധി ബക്കിംഗ് ഉൽപ്പന്നങ്ങൾ ഈ കൊച്ചുകുട്ടി കണ്ടുപിടിക്കുന്നു. തന്റെ മകൻ ഇത്രയധികം ബക്കിംഗ് ഉൽപ്പന്നങ്ങൾ കണ്ടുപിടിച്ചതിൽ ആ സ്ത്രീ വല്ലാതെ അത്ഭുതപ്പെടുന്നു. കാരണം പെൺകുട്ടി പരിശോധനയ്ക്കായി ഏൽപ്പിച്ച് പ്രത്യേകം നിയോഗിച്ച പ്രൊഫഷണൽസ് 3 പ്രാവശ്യം ചെക്ക് ചെയ്തിട്ടും ഈ ബക്കിംഗ് ഉൽപ്പന്നങ്ങൾ കണ്ടെത്താൻ അവർക്കായില്ല. അതിനാൽ അവ എങ്ങനെ കണ്ടെത്തിയെന്ന് പെൺകുട്ടി കൗതുകത്തോടെ മകനോട് ചോദിച്ചു. എന്നിരുന്നാലും ബക്കിംഗ് ഉൽപ്പന്നങ്ങൾ കണ്ടുപിടിക്കാൻ തനിക്ക് എളുപ്പമാണെന്നും കണ്ണടച്ചാൽ പോലും അത് ഒളിച്ചിരിക്കുന്ന സ്ഥലം തനിക്കറിയാൻ പറ്റുമെന്നും കുട്ടി വളരെ ആവേശത്തോടെ പറയുന്നു. ആൺകുട്ടിയുടെ വാക്കിൽ നിന്ന് കുട്ടി ഒരു സാധാരണക്കാരനല്ല എന്ന് പെൺകുട്ടിക്ക് മനസ്സിലാവുന്നു. 2 ദിവസം മുമ്പ് പെൺകുട്ടി ദത്തെടുത്തതാണ് ഈ ആൺകുട്ടിയെ. പെൺകുട്ടി എണ്ണമറ്റ കമ്പനികളുടെ CEO ആയിരുന്നു. ഇതുമാത്രമല്ല, പെൺകുട്ടി വിവാഹമോചന കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വക്കീല് കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ മുത്തച്ഛൻ അവൾക്ക് വേണ്ടിയിട്ട് കുറെ കുട്ടികളെ ദത്തെടുക്കാനായി അവളുടെ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നു. ഇനി അഥവാ പെൺകുട്ടി ദത്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ 40% ഷെയറും അവളുടെ അങ്കിൾ എടുക്കുമെന്ന് പറയുന്നു. ദുഷ്ടനായ അമ്മാവന്റെ കയ്യിൽ കമ്പനി അകപ്പെടാതിരിക്കാൻ പെൺകുട്ടി ക്രമരഹിതമായി ഒരു കുട്ടിയെ ദത്തെടുക്കുന്നു. ദത്തെടുക്കൽ പ്രക്രിയയ്ക്കായി കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ അവരുടെ നേർക്ക് ഒരു ട്രക്ക് ഇടിക്കാൻ വരുന്നു. അവരെത്ര ശ്രമിച്ചിട്ടും കാറിന്റെ ഡോറ് തുറക്കാൻ സാധിച്ചില്ല. തങ്ങളെ ട്രക്ക് ഇടിക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു കുട്ടി വന്ന് നിയന്ത്രണം വിട്ടുപോയ ട്രക്കിനെ നിർത്തുന്നു. ഇത് കണ്ട ട്രക്കിന്റെ ഡ്രൈവർ പേടിച്ചവിടുന്ന് ഓടിപ്പോകുന്നു. പെട്ടെന്ന് തന്നെ പെൺകുട്ടി കാറിന്റെ വാതിൽ ചവിട്ടി തുറന്ന ശേഷം ആൺകുട്ടിക്ക് പരിക്ക് വല്ലതും പറ്റിയോ എന്ന് അന്വേഷിക്കുന്നു. എന്നാൽ ആ കുട്ടി കരഞ്ഞുകൊണ്ട് തന്റെ ലോലിപോപ്പ് പൊട്ടിപ്പോയി എന്ന് പറയുന്നു. ഈ സമയം പെൺകുട്ടി ദത്തെടുത്ത കുട്ടി തനിക്ക് ദത്തെടുക്കാൻ താല്പര്യമില്ല, പേടിയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. കുട്ടിയെ പിന്തുടരാൻ ശ്രമിച്ച പെൺകുട്ടിയെ ആൺകുട്ടി തടയുന്നു. തനിക്ക് ലോലിപോപ്പ് നഷ്ടപരിഹാരമായി തരണമെന്ന് അവൻ ആവശ്യപ്പെടുന്നു. പെട്ടെന്ന് തന്നെ സെക്രട്ടറി അവന്റെ മാതാപിതാക്കൾ എവിടെയാണെന്ന് ചോദിച്ചു. കുട്ടി അവനൊരു അനാഥനാണെന്ന് പറയുന്നു. പെൺകുട്ടി തന്റെ മകനാകാൻ ആ കുട്ടിക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുന്നു. എല്ലാ മാസവും $1 മില്യൺ അവന് പോക്കറ്റ് മണിയായി നൽകാമെന്നും പറയുന്നു. എന്നാൽ ആൺകുട്ടി തനിക്ക് ധാരാളം ലോലിപോപ്പുകൾ മാത്രം വാങ്ങിത്തരണമെന്ന് ആവശ്യപ്പെടുന്നു. ആ സ്ത്രീ ഒരു ട്രക്ക് നിറയും ലോലിപോപ്പ് വാങ്ങിത്തരാമെന്ന് വാഗ്ദാനം ചെയ്യുന്നത് കേട്ടപ്പോൾ അവൻ അവരുടെ മകനാവാൻ സമ്മതിക്കുന്നു. പെൺകുട്ടി കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ആ കുട്ടി പെൺകുട്ടിയുടെ വീട്ടിന്റെ പൂട്ട് തകർത്ത് കയ്യിലേക്ക് എടുക്കുന്നു. വീടിന്റെ വാതിലിന് നല്ല ബലമില്ലായിരിക്കാമെന്ന് ആൺകുട്ടി വാദിച്ചു. നല്ല ശക്തിയുള്ള ഒരു പൂട്ട് വെച്ചു കൊടുക്കാമെന്ന് അവൻ പറയുന്നു. അവന്റെ സംസാരത്തിന് മുൻപിൽ പെൺകുട്ടിക്കൊന്നും പറയാനില്ലായിരുന്നു. അകത്ത് കയറി ഉടനെ തന്നെ അവൻ മൂക്കുപൊത്തി. ദുർഗന്ധം വമിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ പെൺകുട്ടി അത് കാര്യമാക്കിയില്ല. എല്ലാ ദിവസവും ജോലിക്കാരിയെ കൊണ്ട് വീട് വൃത്തിയാക്കി വെക്കുന്നതാണെന്ന് അവൾ പറയുന്നു. ഇതുമാത്രമല്ല, വീടിനുള്ളിൽ പ്രത്യേകിച്ച് ദുർഗന്ധമൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. പെൺകുട്ടി പോയ ഉടനെ തന്നെ ആ കൊച്ചുകുട്ടി പൂക്കൾ നിറച്ചു വെച്ചിരിക്കുന്ന വെയ്സുകൾ നശിപ്പിക്കുന്നു. പൂക്കൾ നിറച്ചു വെച്ചിരിക്കുന്ന വെയ്സിനുള്ളിൽ നിന്ന് വിഷം പുരണ്ട സുഗന്ധം അവൻ അനുഭവപ്പെട്ടു.